എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് ഒക്കെ വെച്ച് ആവിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ്. ഇത് വന്നിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. വെന്ത് ഉടഞ്ഞു പോകരുത്, നമുക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ പലഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളൂ. കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റൊക്കെ വഴറ്റുന്ന സമയത്ത് മുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിത് പിന്നീട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തിരുവിയ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ക്യാരറ്റ് അളന്നെടുത്തിരിക്കുന്ന ആ ഒരു സെയിം കപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഒരു തേങ്ങയിലുള്ള വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് കറുത്ത ശർക്കരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ മാറി വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ശർക്കരയെല്ലാം നല്ലപോലെ ഒന്ന് ഉരുകി വരും. അതൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. നമുക്കിത് ക്യാരറ്റ് വെച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വേണം നമുക്ക് മുന്നിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കരയിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് എല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. തന്നെയല്ല ഇതിന് നല്ലൊരു രുചിയുമായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിൽ നിന്നും ഒരല്പം ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഉണ്ടാവും. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് തീയെ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ കണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മാവ് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ ആ ഒരു കുഴക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ ദാ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മാവ് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാവ് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് മാവിന് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അടയാണെങ്കിലും കുഴക്കട്ടയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അടയും കുഴക്കട്ടയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ദാ നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ദാ ഇവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കൈ നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിൽ നിന്ന് നമുക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള കുഴക്കട്ട വേണം അതിനാവശ്യമായ മാവ് എടുക്കുക. ഞാനിപ്പോൾ ഇത് കുഴക്കട്ട പോലെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിതിപ്പോൾ അട പോലെ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇലയും വാട്ടി വെച്ചിട്ടുണ്ട്. അത് അട ഉണ്ടാക്കാനല്ല, നമ്മുടെ ഈ ഒരു കുഴക്കട്ട വന്നിട്ട് ഇലയിൽ പൊതിഞ്ഞാണ് ഞാൻ ആവി കയറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാവ് ഇതുപോലൊരു ബോൾ ഷേപ്പിലാക്കിയതിന് ശേഷം നടുക്ക് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അരികെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തി പരത്തി കൊടുക്കുക. പൊട്ടിപ്പോവാതെ വളരെ സാവധാനം ഇതുപോലൊന്ന് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാത്രം പോലെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. വളരെ സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാതെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ്ങിൽ നിന്നും ഒരല്പം എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അരികെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒട്ടിച്ച് ഒരേ കനത്തിൽ വരാനായിട്ട് നോക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് ഒരു വാഴയിലയിൽ ഒന്ന് പൊതിയുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ആവി കയറ്റുന്ന സമയത്ത് വാഴയിലയൊക്കെ വാടി വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് നമ്മുടെ കുഴക്കട്ടയിൽ ഉണ്ടാവും. ആ ഒരു വാഴയിലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുഴക്കട്ട തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആവി കയറ്റാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കുഴക്കട്ടയും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ നമ്മുടെ മാവിലിങ്ങനെ കാണുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു കുഴക്കട്ടയ്ക്ക് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. ക്യാരറ്റൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പം ഞാൻ നമ്മുടെ കുഴക്കട്ടയെല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കുഴക്കട്ടയെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 മുതൽ 25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആവി പറക്കുന്ന കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു കുഴക്കട്ടയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.